ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി കോടതിയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശ്യാം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പോലീസ് പോയി അന്വേഷിച്ച് അങ്ങനെ വലിയ ചലഞ്ചായി പോലീസ് കണ്ട ഒരു കേസിലാണ് ഇപ്പോൾ വിധി വരുന്നത്. കോടതി ഈ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെയൊക്കെ ഏത് അർത്ഥത്തിലാണ് കണ്ടത്? അത് വിധിയിൽ എങ്ങനെ നിഴലിച്ചിട്ടുണ്ട്? സ്വാഭാവികമായും പ്രധാനമായും 5 കുറ്റങ്ങളാണ് ഈ സനു മോഹനെതിരെ ആരോപിക്കപ്പെട്ടത്. ഈ 5 കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ 5 കുറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. IPC 302, അതായത് പണിഷ്മെൻറ്റ് ഫോർ മർഡർ, ഇതിന് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 4 വകുപ്പുകളുണ്ട്. അങ്ങനെ ആകെ 28 വർഷം വിവിധ വകുപ്പുകളിലായിട്ട് ഇദ്ദേഹം തടവിൽ കഴിയണം. ഒരു ലൈഫും അടക്കം 28 വർഷത്തെ തടവാണ് ഉള്ളത്. മറ്റൊന്ന്, വിവിധ വകുപ്പുകളിലായിട്ട് 1,70,75,000 രൂപ പിഴയൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ പിഴയൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മറ്റ് വസ്തുവകകൾ കണ്ടുകെട്ടി പിഴ ഒടുക്കണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഈ കേസ് ശിക്ഷാവിധി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ സനു മോഹനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു. എന്നാൽ സനു മോഹൻ ജഡ്ജിയുടെ അടുത്ത് ചെന്ന പ്രായമായ അമ്മയുണ്ട്, അമ്മയ്ക്ക് 70 വയസ്സായി, അതിനാൽ അമ്മയെ നോക്കണം എന്ന കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴും ഓർക്കണം, ഒരു പിതാവ് സ്വന്തം മകളെ കൊലപ്പെടുത്തിയ ശേഷം സൗര്യമായി ജീവിക്കാൻ വേണ്ടി സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ അദ്ദേഹം ചെയ്ത കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൽ തനിക്ക് ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നതിൽ പ്രധാന സാക്ഷി എന്ന് പറയുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഈ പോലീസ് ഇയാളെ പിടികൂടിയ ശേഷം ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ കേസിലെ പ്രധാനപ്പെട്ട മറ്റൊരു സാക്ഷി എന്ന് പറയുന്നത് ഈ ഡോക്ടറാണ്. ഈ കുട്ടി ഉള്ളിൽ വെള്ളം ചെന്ന് തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം ഡോക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 5 വകുപ്പുകൾ, ജുവനൈൽ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 2 വകുപ്പും IPC 3 വകുപ്പുകളും ഉൾപ്പെടുത്തി ആകെ 5 വകുപ്പുകൾ ചേർത്താണ്. അപൂർവമായ കേസായി പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതിലേക്ക് എന്തുകൊണ്ട് കോടതി പോയില്ല? എന്താണ് കോടതി അക്കാര്യത്തിൽ പ്രോസിക്യൂഷനോട് പറഞ്ഞത്? പ്രോസിക്യൂഷൻ ഈ വാദം സംബന്ധിച്ച് പറഞ്ഞതാണ് ഇത് റയറസ്റ്റ് ഓഫ് റയർ കേസായിട്ട് പരിഗണിക്കണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്നാൽ പ്രതിഭാഗം ഇത്തരം കേസുകൾ സാധാരണമാണ്. അച്ഛൻ മകളെ കൊലപ്പെടുത്തുന്ന കേസുകൾ മുമ്പും സമാന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ അദ്ദേഹം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം തിരികെ ഈ പറയുന്ന മറ്റിടങ്ങളിൽ പോവുകയും ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് കാണുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ വാർത്തകളെല്ലാം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്നാൽ അത് ആ ഒരു റയറസ്റ്റ് ഓഫ് റയർ എന്ന ഗണത്തിൽ പെടുത്താനാവില്ല എന്ന് തന്നെയാണ് കോടതിയും വ്യക്തമാക്കിയത്. പക്ഷേ ഈ 5 കുറ്റങ്ങളും നിഴലിക്കുന്നുണ്ട്, ഇത് 5 കുറ്റങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 28 വർഷത്തെ തടവ്, ലൈഫ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലായിട്ട് 1,70,75,000 രൂപയാണ് ഇദ്ദേഹം പിഴ ഒടുക്കേണ്ടത്. ഈ പിഴ ഒടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ ഉൾപ്പെടെ കണ്ടുകെട്ടിക്കൊണ്ട് പിഴയൊടുക്കണം എന്ന കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്യാമ്, നമ്മളൊക്കെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ആർക്കായാലും ഉള്ളിൽ പിടയ്ക്കുന്ന അനുഭവമായിരുന്നു. കാരണം ഒരു പിതാവ് തൻ്റെ മകളെ കൊഞ്ചിക്കേണ്ട മകളെ കൊല്ലുന്നു, അരുങ്കൊല ചെയ്യുന്നു. പല സംസ്ഥാനങ്ങളിലായി പോയി തെളിവ് നശിപ്പിക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നു. ഒരർത്ഥത്തിൽ പോലും ഒരു ഘട്ടത്തിലും ഒരു മനോവിധ ആ വ്യക്തിക്ക്, ക്രൂരനായ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതും നമ്മയൊക്കെ തന്നെ അത്ഭുതത്തോടെയും നിരാശയോടെയും ഒക്കെ തന്നെ നോക്കിക്കണ്ട ഒരു വിഷയമായി ഇത് മാറിയിരുന്നു. അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ പോലീസ് ഈ കേസിൽ എത്രത്തോളം ചലഞ്ചോടുകൂടി ഈ കേസ് ഏറ്റെടുത്തതാണ്. അത് പ്രോസിക്യൂഷനും ആ നിലയിൽ തന്നെ കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ലേ? നാൾവഴികളൊക്കെ നോക്കുമ്പോൾ വിധിയെ നമുക്ക് കുറച്ചുകൂടി എങ്ങനെ ആഴത്തിൽ പരിശോധിക്കാം? പ്രതീക്ഷ 2021 മാർച്ച് മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. മാർച്ച് 21-ന് ഈ കുട്ടിയുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ പോകുന്നു. ഭാര്യയെ വീട്ടിൽ നിർത്തിയ ശേഷം കുഞ്ഞിനെ അമ്മാവനെ കാണിക്കാൻ എന്ന തരത്തിൽ കുഞ്ഞുമായി തിരികെ പോരുന്നു. കങ്ങരപ്പടിയിലെ ഫ്ലാറ്റിൽ വന്ന
കുഞ്ഞിന് മദ്യം നൽകി ബോധരഹിതയാക്കുന്നു. അതിനുശേഷം ആ പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഈ പുഴയിൽ വെള്ളം കുടിച്ചാണ് ഈ കുട്ടി മരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇയാൾ കാറുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. കോയമ്പത്തൂർ, ഗോവ, കർണാടക എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. പിറ്റേ ദിവസമാണ് ഈ കുട്ടിയുടെ ബോഡി കിട്ടുന്നത്. അപ്പോഴും കുടുംബം പരാതി കൊടുത്തിരുന്നത് അച്ഛനെയും മകളെയും കാണാനില്ല എന്നതായിരുന്നു. ഈ കുട്ടി മരിച്ചതിനാൽ തന്നെ ഒരുപക്ഷെ ഈ കുഞ്ഞിനൊപ്പം ഈ സനു മോഹനും മരിച്ചിട്ടുണ്ടാകും എന്ന ഒരു നിഗമനത്തിലായിരുന്നു ആദ്യം എത്തിയത്. അങ്ങനെ 2 ദിവസക്കാലം നീണ്ട തിരച്ചിൽ നടത്തി. എന്നിട്ടും കിട്ടാതായത് കൂടിയാണ് പിന്നീട് പോലീസിന് ബോധ്യമാകുന്നത്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ കളഞ്ഞതാകാം എന്ന്. അങ്ങനെ വിശദമായ പരിശോധനകൾക്കിടയിലാണ് ഇദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. 2017 മുംബൈയിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് മുമ്പ് കേസ് ഉണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് അറിയാൻ കഴിയുന്നു. അങ്ങനെ ഇയാളെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടത്തിയതിലാണ് ഇയാളുടെ മൊബൈൽ ഫോൺ ബീഹാറിലുണ്ടെന്ന് മനസ്സിലാകുന്നത്. ബീഹാറിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കൊച്ചിയിൽ നിന്ന് കിട്ടുകയും അയാൾ അങ്ങോട്ടേക്ക് കടത്തുകയുമായിരുന്നു. അങ്ങനെ മൊബൈൽ ഫോൺ കണ്ടെടുക്കുന്നു. അതിനുശേഷം പിന്നീട് 1 മാസത്തിനിടയിലാണ് പോലീസ് ഇയാളെ കർണാടകത്തിലെ കാർവാറിൽ നിന്ന് പിടികൂടുന്നു. അവിടെ നിന്ന് ഇവിടെ എത്തിച്ച് മറ്റ് തെളിവെടുപ്പുകളും കാര്യങ്ങളുമെല്ലാം പൂർത്തീകരിച്ച് ഏകദേശം 85 ദിവസങ്ങൾ കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച കേസാണ്. പഴുതടച്ച ഒരു അന്വേഷണം തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ അന്ന് നടത്തിയിരുന്നത്. ഏകദേശം വലിയൊരു അന്വേഷണം തന്നെ നടത്തി. അതിൽ 47ഓളം വരുന്ന തൊണ്ടിമുതലുകളുണ്ട്. അങ്ങനെ ഈ 47ഓളം വരുന്ന തൊണ്ടിമുതലുകളും മറ്റും ഒക്കെ കോടതിയിൽ സമർപ്പിച്ച് നീണ്ട നാളത്തെ വാദങ്ങൾക്ക് ശേഷം ഇന്ന് ശിക്ഷാവിധിയിലേക്ക് എത്തുമ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പ്രധാനമായിട്ടും വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ വകുപ്പുകളിൽ പ്രധാനമായിട്ടും ഈ നൽകാവുന്ന പരമാവധി ശിക്ഷകളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന ഒരു ആശ്വാസവും പ്രോസിക്യൂഷന് പങ്കുവെക്കാൻ കഴിയും. കാരണം അത്രയേറെ എല്ലാ വകുപ്പുകളും ആരോപിക്കപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ അത് തെളിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ, അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്, കുട്ടിക്ക് ഒരു കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി മദ്യം നൽകിയത്, ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ കുട്ടികളോടുള്ള ക്രൂരത എന്നിവയെല്ലാം തന്നെ കോടതി കണ്ടെത്തുകയും ചെയ്തു. അപ്പോഴും ഒരു പിതാവ് എന്ന നിലയിൽ പരിലാളിക്കേണ്ട ആൾ തന്നെ അദ്ദേഹത്തിന് ഈ കുഞ്ഞിൻ്റെ ഘാതകനായി മാറുന്നു എന്ന ഒരു കാഴ്ച അത് വളരെയേറെ ഏതൊരാൾക്കും കേൾക്കുമ്പോൾ പോലും അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം സ്വന്തം പിതാവ് തന്നെ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുക, ആ ഒരു സംഭവം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം നടന്നിരിക്കുന്നു. അങ്ങനെ തന്നെ അതിൻ്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ അത് തീർച്ചയായും അങ്ങനെ മനസാക്ഷിയെ ഞെട്ടിച്ച കേസാണ്. പിഞ്ചോമനെ കൊഞ്ചിക്കേണ്ട പിതാവ് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയ ഒരു കേസായി ഇത് മാറി. അങ്ങനെ മനസാക്ഷിയൊക്കെ നമ്മൾ ഉള്ളുവിടഞ്ഞ് കേട്ട ഒരു വാർത്തയിലാണ് വിധി വരുന്നത്.